ഇന്നതേ നമ്മളിതേ ഒരു സടക്കൊക്കിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സടക്കൊക്കാണ്. കണ്ടോ, ഇത് വാലും ഇത് കൊക്കും, ഇത് കഴുത്തോട്ടും വരും. പിന്നെ ഇത് കൊക്കും, ഇത് കണ്ണും, ഇതെല്ലാം ചെറുതായിട്ട് കാലില്ല കേട്ടോ. പിന്നെ എന്നാ ഇതിൻ്റെ നിങ്ങൾക്ക് വേറെ രീതി ഞാൻ പറയാം. ഇതിൻ്റെ അമ്മ, ഇതിൻ്റെ അച്ഛൻ, ഇതിൻ്റെ കുട്ടി എന്ന് നിങ്ങൾക്ക് വിചാരിച്ചു. ഇതിൻ്റെ ചെറിയ പേപ്പർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതുപോലത്തും ഇത് കുറച്ച് ചെറുതാണ്, ഞാൻ കുഴപ്പമില്ലെന്ന് ഞാൻ പറയുന്നു. അങ്ങനെയുണ്ട്. നമുക്കിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സഡാക്കോ സസാക്കി എന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സഡാക്കോക്കൊക്കെ ഉണ്ടാക്കുന്ന രീതി വേണമെങ്കിൽ നമുക്ക് സമചതുര ആകൃതിയിലുള്ള രീതി വേണം. സമചതുര ആകൃതിയിലുള്ള രീതി നമുക്ക് എടുക്കാതെ സമചതുര ആകൃതിയിലുള്ള രീതി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ആക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ ആക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ആക്കുന്നത്. അപ്പം അതേ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ചുളിവുകളൊന്നും വരാതെ ശ്രദ്ധിക്കണം. നമുക്കൊന്ന് മടക്കി കൊടുക്കാവേ. ഞാൻ സ്കെയില് മാത്രം എടുത്തത്, നിങ്ങൾക്ക് കത്രിക വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കണ്ടോ, കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാവേ. പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ തന്നെ ആയിട്ടൊരു സമചതുരമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഈ വരയുണ്ട്, നമ്മൾ മടക്കിയതിൻ്റെ ഈ വര വെച്ചാൽ ഈ പാട്, ആ പാടിൽ നമുക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് കീറി കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കീറട്ടെ, ഞാൻ സ്കെയിൽ കൊണ്ടാണ് കീറുന്നത്. ഓക്കെ, നമ്മളമ്മ അങ്ങനെ കീറി കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതേ ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തപ്പോൾ നമുക്കത് ഒരു വലിയൊരു ത്രികോണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാൻ. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി അതിൻ്റെ നമുക്ക് മടക്കി കൊടുത്തതിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാവേ. പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് നല്ല ത്രികോണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നിവർക്കാവേ, പഴയ പോലെ തന്നെ. അപ്പം നമ്മൾ നിവർത്തിയപ്പോഴത്തേക്കിനും നമുക്ക് ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ടൊന്ന് മടക്കി വെക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ട് വേണം. നേരത്തെയാണ് ഇങ്ങനെയാണ് വെച്ചതിന് നമുക്ക് തിരിക്കണം. പേപ്പർ ഉണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെയാണ്. ഇനി നമുക്ക് തിരിക്കാവേ. ഓക്കെ, തിരിച്ചു. ഇനി നമുക്ക് പ്ലസ് പോലെ വേണം. അതെ, നമ്മൾ നേരത്തെ ആക്കിയതിൻ്റെ പാടാണ്. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ചതുരമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് സമചതുരാക്കാം. അതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം.
അപ്പം നമ്മൾ മടക്കി കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇത് കണ്ടോ, ഈ വര കണ്ടോ, അത് നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങോട്ട്. ഇപ്പം നമുക്ക് ഏറ്റവും ചെറിയ ത്രികോണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നിവർക്കാവേ, പഴയതുപോലെ തന്നെ കണ്ടു നിവർത്തപ്പോഴത്തേക്കിന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയും കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയിട്ടുണ്ട്, ഇപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വെക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ടോ, ഈ ഭാഗം ഉണ്ടോ, ഇത് നമുക്ക് ഈ ഒരു സമചതുരയില്ലേ, ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഇതുണ്ടല്ലോ, അത് രണ്ടും കൂടെ ഈ കോണുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെച്ച് കൊടുത്തപ്പോഴത്തേക്കും നമുക്കിത് നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ഇങ്ങനെ ആക്കി. ഇനി അതേപോലെ തന്നെ ഈ കോണും നമുക്ക് അങ്ങനെ വെച്ചെടുത്തപ്പോഴത്തേക്കിനും നമുക്കത് ഇതുണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതൊന്നും നല്ലതായിട്ടും പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ചെറിയൊരു സമചതുരാകൃതി കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ടും പ്രസ് ചെയ്ത് കൊടുക്കാവേ, നല്ലതായിട്ട് വരുത്തുള്ളൂ. ഓക്കെ, കണ്ടോ, ഇങ്ങനെ തുറന്ന ഭാഗം, ഇത് തുറന്ന ഭാഗം, ഒരു ഭാഗം തുറന്നും ഒരു ഭാഗം അടങ്ങിയും ഒരു ഭാഗം തുറന്നുമാണ് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ എങ്ങനെയാണ്. ഇങ്ങനെ വെക്കുക, ഈ ഭാഗം ഉണ്ടോ, ഈ ഭാഗത്തിലേക്ക് രണ്ടെണ്ണം കൂടി നമുക്ക് മടക്കി വെച്ചെടുക്കാം. കണ്ടോ, കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടോ, ഇനി നമുക്ക് ഈ അടഞ്ഞ ഭാഗം ഇല്ലേ, അത് നമ്മൾ ഇങ്ങനെ വെക്കണം. ഇത് തുറന്ന ഭാഗം, ഇത് അടഞ്ഞ ഭാഗം. ഓക്കെ, നമ്മൾ ഈ തുറന്ന ഭാഗത്തിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ ഒരു വര കാണുന്നില്ലേ, ആ വരയിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്തേക്കാം. നമുക്ക് നേരത്തെ ഇട്ടൊരു സമചതുരായിരുന്നു, ഇപ്പം ഞാനൊരു ത്രികോണം ഷേപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാക്കിയപ്പോഴത്തേക്കും നമുക്കത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ത്രികോണം, ഇതൊരു ത്രികോണം, രണ്ട് നടക്ക് വരയുണ്ടോ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് ഇതുണ്ട്, ഈ വരയിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാവേ. മടക്കി കൊടുക്കാം. നമ്മൾ ഈ എയർപ്ലെയിൻ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ. നമ്മൾ എയർപ്ലെയിൻ ഉണ്ടാക്കൂല, അപ്പം അതുപോലെ തന്നെ നമുക്ക് ഒന്നാക്കി കൊടുക്കാവേ. ഓക്കെ, നമ്മളാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഇവിടെയും ആക്കി കൊടുക്കാവേ. ഓക്കെ, ഇത് നമുക്കത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഐസ്ക്രീം ഷേപ്പ് പോലെയാണ്, കണ്ടോ. ഇനി നമ്മൾ ഇവിടെ ആക്കിയതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആക്കി കൊടുക്കാവേ. ആക്കി കൊടുത്തിട്ടുണ്ട്. സോറി, ആക്കി കൊടുത്തപ്പോഴത്തേക്ക് നമുക്കത് ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, അതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ട്, ഈ താഴെയായിട്ട് നമ്മൾ ഒരു ചെറിയ ത്രികോണം കാണുന്നില്ലേ, അത് ഇതിൻ്റെ അളവിലേക്കൊന്ന് മടക്കി കൊടുക്കാവേ. നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കെയിൽ എടുത്തിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് അമക്കി കൊടുക്കണം. അമക്കി കൊടുത്തപ്പോഴത്തേക്കും നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിവർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാവേ. ആക്കി കൊടുത്തപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എവിടെയും ആക്കി കൊടുക്കാവേ.
ദേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ദേ ഇവിടായിട്ട് നമ്മളിത് ഇങ്ങനൊരു സൂത്രം കാണുന്നുണ്ട്. അതിങ്ങനെ താഴോട്ട് വെക്കുമ്പോഴത്തേക്കിന് നമുക്കൊരു തോണി ഷേപ്പാണ് കിട്ടുന്നത്. എന്നിട്ട് പ്രസ് ചെയ്ത് നിങ്ങൾ കൊടുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ അമക്കി കൊടുക്കാവേ. അമക്കി കൊടുക്കാം. നമുക്ക് ഇവിടെ പോലെ ഇവിടെയും ആക്കി കൊടുക്കാവേ. ഇങ്ങനെ നിവർക്കുക, മേളിൽ നിന്ന് എടുക്കുക. ഈ വര നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ പിടിച്ചിട്ട് വേണം നമ്മൾ ആക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോവും. കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെയും ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ഒരു ഭാഗം വിട്ടാണ്, ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ദേ ഇവിടെ ഇതുണ്ടോ, സോറി കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ വെച്ചിട്ട് ഉണ്ടോ, ഇത് ഇങ്ങനെ ഇരിക്കും കണ്ടോ. നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇപ്പുറത്തെ ഇതുപോലെയാണ്. നമ്മൾ ഈ പിടിച്ച ഭാഗമില്ലേ, അത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്കിനും നേരത്തെ ഇവിടെയാണ് തുറന്നിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയാണ് കിട്ടിയത്. നേരത്തെ തുറന്നിവിടെ, ഇനി തുറക്കാൻ പോകുന്ന ഇവിടെയായിരിക്കും. ഒന്ന് കാണിച്ചു തരാം. നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലതായിട്ട് നോക്കാവേ. ഓക്കെ, നമ്മൾ ഇത് രണ്ടും കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ കൂട്ടിച്ചേർത്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം കൂടി കൂട്ടിച്ചേർക്കാവേ. അപ്പോൾ അത് ഇങ്ങനെ കൂട്ടിച്ചേർത്തപ്പോഴത്തേക്കിനും നമുക്കിത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വാലും ഇത് കൊക്കുമായിട്ടാണ് വരുന്നത്. ഇനി നമുക്കിത് ഇതിങ്ങോട്ട് വലിക്കാം. നമുക്ക് വാലായിട്ടാണ് വേണ്ടിയത്. ഇതിനായിട്ടാണെങ്കിൽ നിങ്ങളോട് ഇങ്ങോട്ട് വലിക്കാനാണ് പറയുന്നത്. വലിച്ചപ്പോഴത്തേക്കും നമുക്കിത് ഇങ്ങനത്തെ ഒരു രീതി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഇവിടെയും ഇങ്ങോട്ട് വലിച്ചു കൊടുക്കാവേ. ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ. എപ്പോഴും കുത്തപ്പത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഉണ്ടാക്കിയ പോലെ അതേ ഷേപ്പാണ് കിട്ടുന്നത്. കണ്ടോ, നമ്മൾ മനസ്സിലാക്കാൻ ഒന്നും കൂടെ പറയാം. ഇത് രണ്ടും കൊക്ക്, ഇത് രണ്ടും വാല്. ചെറിയാണ് കാണിച്ചു തരാൻ ഇങ്ങനെ ഉണ്ടാക്കണേ. ഓക്കെ, ഇത് ഈ ഭാഗമില്ലേ, ഈ ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ. നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ടോ, ഈ ചെറുക്കിന് വേണ്ടിയിട്ട് നമുക്ക് മേലോട്ടൊന്ന് മടക്കി കൊടുക്കാതെ. ഈ ഭാഗം നമുക്ക് മേലോട്ട് മടക്കി കൊടുക്കാം. കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സടാക്കോ കൊക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് വാല്, ഇത് കൊക്ക്.
പാല് കുറച്ച് നമുക്കൊന്ന് താക്കാവേ, അല്ലെങ്കിൽ എന്തോ ഇത് രണ്ട് കൊക്കാന്ന് തോന്നും. ഒക്കെ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊക്കില്ലേ, കൊക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കാണിച്ചു തരാവേ. ഇനി ഇത് ഈ ഭാഗം ഇങ്ങനെ നിവർക്കുക, എന്നിട്ട് ഇങ്ങനെ നമുക്ക് മടക്കി കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ കൊക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയില്ല, ഞാനൊന്നും കൂടെ പറയാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇവിടെ മടക്കി പാടുണ്ട്. ആദ്യം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മടക്കണം. ഇങ്ങോട്ടും മടക്കിയപ്പോഴത്തേ നമുക്ക് എന്നിട്ട് ഇനി ഇങ്ങോട്ടും കൂടി ഒന്ന് മടക്കി. ഇപ്പം നമുക്ക് മടക്കിയിട്ടുണ്ട്. ഇനി ഈ ഭാഗം അങ്ങോട്ട് നിവർക്കണേ. ഉണ്ടോ, നിവർത്തപ്പോഴത്തേക്കിന് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ആക്കണം. എന്നിട്ട് ഈ നടുക്കൊരു വര കണ്ടോ, നടുക്കൊരു വര കണ്ടോ, ആ വര നമുക്ക് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്ത് കൊടുക്കാം. കണ്ടോ? ഓക്കെ, നമ്മുടെ സടക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ണൊന്നും വരച്ചു കൊടുക്കാവേ. നമ്മൾ സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇപ്പുറത്തും അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാവേ. വരച്ചെടുത്തിട്ട് നമ്മുടെ സടക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കുറേ ഉണ്ട്. ഞാൻ ഒന്നാമത്തെ ഉണ്ടാക്കിയത് ഇത് നമുക്ക് മാറ്റി വെക്കാം. രണ്ടാമത്തെ ഇത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ഇത്. പിന്നെ എല്ലാത്തിൻ്റെയും കുഞ്ഞ് ഇത്. എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയണേ. ബായ്.